മണി ബ്ലോക്ക് എന്നല്ല, എല്ലാ തരം ബ്ലോക്കും. പാരമ്പര്യത്തിനേക്കാൾ ഞാൻ പറയും അതിനെ യൂസ് ചെയ്യുന്ന ഇന്റർ ജനറേഷണൽ ട്രോമ എന്ന് പറയും. അത് നമ്മൾ വേറെ രീതിയിൽ പാരമ്പര്യം എന്ന് പറയും. സോ ലൈക്ക് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഐ ഹാഡ് എ ക്ലൈന്റ്. അദ്ദേഹത്തിന് എന്ത് ചെയ്താൽ പ്രൊമോഷൻ കിട്ടുന്നില്ല. വെൽ ക്വാളിഫൈഡ് ആണ്, അതിനു വേണ്ടി ഒത്തിരി ട്രൈ ചെയ്യുന്നു. അയാളുടെ പ്രൊമോഷൻ ഡേറ്റ് എത്തുമ്പോൾ ഒന്നുമില്ല, അയാൾക്ക് പനി വരുന്നു, അല്ലെങ്കിൽ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയി പോകുന്നു, സംതിങ് വിൽ ഗോ റോങ്. അപ്പൊ ആൾക്ക് 10-12 വർഷം ഇതേ ഒരു ഡൊമെയിനിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിന് എല്ലാ ഫ്രണ്ട്സും മുന്നോട്ട് പോകുന്നു, അദ്ദേഹം പിൻവലിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ കാണുന്നു അയാൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് നോക്കുമ്പോൾ അയാളുടെ പ്ലഷർ എന്താന്ന് വെച്ചാൽ, അയാളുടെ ഫാദറും ഒരു ക്ലർക്കാണ്, അതിന്റെ ഗ്രാൻഡ് ഫാദറും ഒരു ക്ലർക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്ലഷർ പോയിന്റ് എന്താ? ഞാനൊരു ക്ലർക്കാണ്. ദ മൊമെന്റ് ഐ എം ട്രൈയിങ് ടു ബിക്കം സംതിങ് ഡിഫറെന്റ് വിച്ച് ഇസ് പെയിൻ ഫോർ ഹിം, ഹി ഈസ് ഫീലിംഗ് ഞാൻ ലോയൽ ആവല്ല എന്റെ സിസ്റ്റത്തിനോട്, ഞാൻ എങ്ങനെ എന്റെ അച്ഛനേക്കാ വലുതാവാ? അങ്ങനത്തെ ഹിഡൻ ലോയൽറ്റീസും നമ്മുടെ സബ് കോൺഷ്യസിൽ ഉണ്ടാവും. ചിലർ കണ്ടിട്ടില്ലേ, കാലങ്ങളോളം അതേ രൂപത്തിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന, അതേ ചിലപ്പോൾ അച്ഛനാവാം, മകനാവാം, പേരക്കുട്ടിയാം, ഒരേ പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന